CPM ശബരിമല മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു അയ്യപ്പ ഭക്തരുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, ഇത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതലും അവിടെ നിന്ന് ഇനിയും കൊണ്ടുപോകാതിരിക്കാനായിട്ട് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇത് ഉന്നതരിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പത്മകുമാറിൽ വന്ന് നിൽക്കുന്ന, പത്മകുമാറിൽ നിന്ന് അടുത്ത ശിവകുമാറിൻ്റെ സഹോദരനിലേക്കാണ് പോയത്. ഇനിയും ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാനില്ലേ? തീർച്ചയായിട്ടും. കാരണം ശബരിമല ചേട്ടനെ തന്നെ അറിയാം, കേരളത്തിൻ്റെയോ സൗത്ത് ഇന്ത്യയുടെയോ ഒരു സ്വകാര്യ വികാരമാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ്. അത് അവതാരം, മനുഷ്യാവതാരം വന്ന് ഒരു യുഗത്തിലെ കരിയുഗ വരദനായി ജനിച്ച് ഒരു രാജകുടുംബം വളർത്തി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പൂർത്തിയായി യുവാവായി സന്യാസത്തിന് വേണ്ടിയാണ് ഈ 18 മലകൾ കടന്നു ചെന്നിരുന്നത്. അവിടെ ചെന്നിരുന്നിട്ടും ഈ സഖാക്കൾ അദ്ദേഹത്തിന് വെറുതെ വിടുന്നില്ല. അദ്ദേഹത്തിന് ഫണ്ടുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റേതായ ഉരുപ്പടികളുണ്ട്, അടിച്ചു മാറ്റാൻ നോക്കി. നമ്മളല്ല പറഞ്ഞത്, രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വിദേശത്തുള്ള ഈ അയ്യപ്പൻ്റെ ഇത്രയും വർഷത്തെ അമൂല്യമായിട്ടുള്ള കട്ടളവാതിലും അദ്ദേഹത്തിൻ്റെ തളികകളും അതുപോലെ വാതിലുകളും അവിടെ എന്തിനേറെ പറയണം ചേട്ടാ, പൂജ മുൻപ് ഇരുന്ന ഒരു മേൽശാന്തി പറഞ്ഞതാണ്, ഉരുളികൾ നിരവധി ഉണ്ടായിരുന്നു. ശാസ്താവിനെ സ്വർണ്ണ ഉരുളിയിലാണ് നിവേദ്യം കൊടുക്കുന്നത്. യേശുദാസ്, മഹാനായ യേശുദാസിൻ്റെ ഹരിവരാസനം പാടി ഉറക്കുന്നത് തന്നെ അദ്ദേഹം അറിയാമല്ലോ, ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു വെച്ച് കാല് കെട്ടി ഇരിക്കുന്ന ഒരു സന്യാസ സ്വരൂപമാണ്. ചിന്മുദ്രയിൽ ഇരിക്കുന്ന പട്ടബന്ധാസനത്തിൽ ഇരിക്കുന്ന ശാസ്താവിനെ ഉറക്കുമ്പോൾ ഒരു സ്വർണ്ണ ദണ്ടുണ്ട്. ഈ ദണ്ട് ചാരി വെച്ചിട്ടാണ് ഹരിവരാസനം അവിടെ ഇടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ വരുന്നതും കേരളത്തിൻ്റെ ആരാധ്യ മൂർത്തിഭാവമായ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ആ കലിയുഗ വരദൻ്റെ എല്ലാ ഭണ്ഡങ്ങളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയത് 500-600 വർഷത്തിന് മുമ്പുള്ള പുരാവസ്തു രേഖകൾക്കാളും അപ്പുറമുള്ളതാണ്. കേട്ടിട്ടുണ്ട് ഇറഡിയം തട്ടിപ്പ്. ഇത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു, രാജ്യം വിട്ടു കഴിഞ്ഞു. ഇത് ഏത് രാജ്യത്താണ് പോയതെന്ന് അതാണ് ആരോ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയ ആൾ അറിയാം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരെന്നറിയാം. അപ്പോൾ ഇത്തരത്തിൽ 500 കോടിയിൽ പരം രൂപ വില വരുന്ന പുരാവസ്തു ശാസ്താവിൻ്റെ വസ്തുതകൾ ഇന്ത്യ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ പാട്ട് വരെ ഇറങ്ങിയപ്പോൾ പാട്ടിനെതിരെ പോയിരിക്കുന്നത്. മറ്റേ പോറ്റിയെ കയറ്റിയെ പാട്ട് അല്ല, അതിൽ ഇവർക്ക് അത്രത്തോളം അസഹിഷ്ണുത ഉണ്ടാകണം, ഇവരിലേക്കെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഒരു പാട്ടുകൾ കൊണ്ട് ഇടിഞ്ഞു പോകുന്ന പ്രസ്ഥാനമാണോ കമ്മ്യൂണിസം? ആ പാട്ടിനെതിരെ ഇവർ ഒരാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പൊരുതുന്നു. ചേട്ടാ ഒന്ന് ആലോചിച്ചോണ്ട്, ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് നാടകം വന്നപ്പം നിരോധിക്കേണ്ടി വന്നു. അപ്പോൾ ആ PA ആൻ്റണി അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ പവിത്രമായ ഖുർആനെതിരെ ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് മലപ്പുറത്ത് പ്രക്ഷോഭങ്ങൾ. ഇവരാണ് എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ നോക്കി ഫാസിസം, മതഭീകരത എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ നമുക്കറിയാം ഇൻകിലാബിൻ എന്നുള്ള പാട്ടുകൾ നിരവധി വന്നിട്ടുണ്ട്. അതേസമയം ഇതിനു മുമ്പേയും വീട് രാജപ്പം പോലുള്ളവർ ഹാസ്യ ഹിന്ദു പാട്ടുകളെയും നടന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പാരഡി ഇറങ്ങിയിട്ടുണ്ട്. അതിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ ഈ സ്വാമിയെ കയറ്റിയെ എന്നുള്ള ഈ പാട്ട്, പോറ്റിയെ കയറ്റിയ പാട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു അടിവാണെന്ന് അവർ ആശയപരമായ പാപ്പരത്വമാണ് ഈ പാട്ടെഴുതിയ ആളിനെയും പാടിയവനെതിരെയും കേസിനേക്ക് പോകും. അവർ മനസ്സിലാക്കുന്നുണ്ട് 26 തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ തദ്ദേശത്തിൽ അത് തിരിച്ചടി കിട്ടി എന്നുള്ളത് മനസ്സിലാക്കി. അതെ, 26 അത് കൃത്യമായും വ്യക്തമാകും എന്നുള്ളതാണ്. അതെ, 100%. അപ്പോൾ ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണ്? ഇതിപ്പം LDFന് പ്രത്യേകിച്ച് കച്ചിട്ടിറക്കാനും വയ്യ, ഇനിച്ചിട്ട് തുപ്പാനും വയ്യ. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതെങ്ങനെ ഇതിൽ നിന്ന് ഊരണം? പറ്റാനും വയ്യുന്നില്ല. കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുവാനും പോകുന്ന അന്വേഷണം. ഇത് ചെറിയ ചെറിയ പരൽ മീനുകളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റേ സ്റ്റാഫുകളെല്ലാം. അത് പത്മകുമാറിന് വരെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, എന്നെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. പാർട്ടി പറയുന്നതല്ലേ ഞാൻ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും
ഇദ്ദേഹം പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA ആണ്, സാധാരണക്കാരനല്ല. കോന്നിയിൽ നിന്ന് കോന്നിയിൽ നിന്നുള്ള MLA ആണ്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. എത്രയൊക്കെ പാരമ്പര്യം ഉണ്ടെങ്കിലാണ് ജില്ലാ സെക്രട്ടറിയായി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആൾക്കാർ വേറെ ഉണ്ട്. പിന്നെ വാസു എന്ന് പറയുന്ന വ്യക്തി ഒരു പെന്തിക്കോസ് പോലത്തെ ആളാണ്. അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ കാലം ഈശ്വരവിശ്വാസം ഇടമറക് സാറിൻ്റെ മകൻ സനൽ ഇടമറക് സാറിനുണ്ട്. പക്ഷെ അത്രയും പോലും വിശ്വാസം ഈ വാസുവിനില്ല. അപ്പോൾ ഈ ഇദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന് വാസുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച വ്യക്തി ആര്? അത് പുറത്തു വരണം. ശാസ്താവിൻ്റെ കൂടിയാണ് അവർ കളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പല സ്വകാര്യ ആൾക്കാർ പറയുന്നതനുസരിച്ച് പല പൂജകളും ചെയ്യുകയാണ്. അയ്യപ്പ ദോഷമുണ്ട്, ഗുരുവായൂരപ്പ ദോഷമുണ്ട്. അതുകൊണ്ടാണ് ഗുരുവായൂർ കണ്ണൻ്റെ വളർത്ത് പശുവിന് വേണ്ടി എരുത്തിൽ കെട്ടിയത്. അപ്പോൾ ഇത്തരം ദോഷങ്ങളൊന്നും ഇവരുടെ പിൻതലമുറ, പ്രത്യേകിച്ച് ശ്രീധർമ്മ ശാസ്താവിൻ്റെ മുതൽ വേറെ എന്തെങ്കിലും ചെയ്താൽ ശാസ്താവ് സഹിക്കും. അന്നത്തിന് കഴിക്കാൻ ആ പൈസ ഭണ്ഡാരത്തിൽ നിന്ന് എടുക്കാം, യാത്രാപ്പടിക്ക് ഭണ്ഡാരത്തിൽ നിന്ന് പൈസ എടുക്കാം. ഇത് മറ്റേ അദ്ദേഹം ഇവിടെ നടക്കി വച്ചത് മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ മധ്യരാജാവ്, അദ്ദേഹം നടക്കി വെച്ച ബാംഗ്ലൂരിൽ നിന്ന് പൈസ പല കുടുംബങ്ങളുടെയും വെള്ളത്തിൻ്റെ പൈസയിലാണ് ഈ സ്വർണവും കിരീടവും കൊണ്ട് അവിടെ വച്ചെന്ന് വിജയമല്ലേക്ക് ശാസ്താവിനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നേരെ ഇന്ത്യ വിട്ട് വിദേശത്ത് എവിടെ ചെന്ന് കിടക്കുന്നത്. അദ്ദേഹം തന്നെ അനുഭവിക്കുന്നു. ആ ഒരു കഥ വച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ശബരിമലയോട് കളിച്ചിട്ടുള്ള എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം അത് ഈ അമ്മണിമാരെ കയറ്റി, അത് പാട്ടിൽ വരുന്നുണ്ട്, അമ്മണിമാരെ കയറ്റിയിട്ടും ആലോചിച്ച് നോക്കണം. മാസങ്ങളോളം കഴിയുന്നതിൻ്റെ ഫ്ലഡ് വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം ശാസ്താവ് ചിലപ്പോൾ പടച്ചോനായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിക്കുന്നു, ഞാൻ അയ്യപ്പനെയും കൃഷ്ണനെയും വിശ്വസിക്കുന്നു. അതേപോലെ ഒരു പ്രപഞ്ച ശക്തി ശബരിമലയിലുണ്ട്. അതിൻ്റെ തിക്ത അനുഭവങ്ങളാണ് കേരളവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കുടുംബവും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മക്കളെ മോളെ പേരിൻ്റെ കേസ്. എനിക്ക് തോന്നുന്നു ഈ മുൻകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും വളരെ നിർണായകമായിട്ടുള്ള റോൾ ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ UDF-ന്റെ കാലത്തുള്ളതായാലും LDF-ന്റെ കാലത്തുള്ളതായാൽ പോലും. അതെ, അതിനറിയാവുന്നുള്ള ഒരു തെളിവ് എൻ്റെ വീട്ടിൻ്റെ നേരെ മുമ്പെയാണ് നമ്മുടെ മുൻ പ്രസിഡൻറ്റും വൈസ് ചാൻസലറുമായിരുന്ന ബാബു സാറ്, ഡോക്ടർ N. ബാബു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു മുറിയിൽ നിന്ന് ഇറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ബൾജായി അദ്ദേഹം, പെരുകി, അസുഖം, മാംസപിണ്ഡങ്ങൾ പൊടിഞ്ഞു വീഴുന്നു. വിജയാനന്ദ ചേട്ടൻ ഓർമ്മ കാണും, ശർക്കര കുംഭകോണം, 6 കോടി രൂപയുടെ ശർക്കര കുംഭകോണത്തിന് അന്നത്തെ ഗവൺമെൻറ്റിന് കൂട്ടുനിന്ന വ്യക്തിയാണ്. ആ കേസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു വൈസ് ചാൻസലർ ആയിരുന്ന ആള് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കൺട്രോളറായി ഞാൻ പഠിച്ചിറങ്ങിയാലും ചേട്ടൻ പഠിച്ചിറങ്ങിയാലും സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് തരുന്നതൊക്കെ. അപ്പോൾ അത്ര പവറുള്ള ഒരാൾ പ്രത്യുപകാരം ശബരിമലയുടെ പ്രസിഡൻ്റ് ആക്കിക്കൊണ്ട് ആ ഭരിക്കുന്ന കക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം എത്രയോ മാസം അദ്ദേഹം ഭീഷ്മർ ശരശയ്യയിൽ കിടന്നതുപോലെ പ്രശാന്ത് നഗറിൽ അദ്ദേഹം വീട്ടിൽ കിടക്കുകയായിരുന്നു. മകൻ ഇപ്പോൾ സ്ഥിരബുദ്ധി ഇല്ലാതെ ഇങ്ങനെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആ കുടുംബം ശാസ്താവിൻ്റെ ആ ശർക്കരപ്പാനയിൽ കൈയിട്ടത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് സരസ്വതി കുഞ്ഞികൃഷ്ണൻ മെമ്പറായിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു പോറ്റി അദ്ദേഹം. ഇത് ഈ കുടുംബങ്ങളിലെല്ലാം അന്തഛിദ്രങ്ങളുണ്ട്. അപ്പം ശാസ്താവിനെ ആ രീതിയിൽ പൂജിച്ചിട്ടുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഇന്ന് നല്ല രീതിയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഐശ്വര്യമാണ്. അദ്ദേഹം ചിലപ്പോൾ ആഹാരം കഴിക്കാനോ ബാക്കിയുള്ളതോ ഒക്കെ എടുത്തു കാണും. പക്ഷെ ശബരിമല വെച്ച് അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല. അത് നല്ലവനായ ഒരു പ്രയാർ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ നല്ലൊരു സാംസ്കാരിക പിണറായിയോട് നേരിട്ട് സംസാരിച്ചത്. അങ്ങനെ 360 ദിവസവും നട തുറക്കാൻ പറ്റുന്നതല്ല. കറക്റ്റ്. അവിടെയാണ് അതൃപ്തി ഉണ്ടായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3-ൽ നിന്ന് 2 പതുക്കെ ഇദ്ദേഹത്തെ അങ്ങ് പുറത്താക്കി. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശബരിമലയിൽ കളിച്ചിട്ടുള്ള തന്ത്രിക്കും റോളുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാതിൽ ഇളക്കണമെങ്കിലോ അല്ലെങ്കിൽ ദ്വാരപാലകരുടെ ഇളക്കണമെങ്കിലോ ഭഗവാന്റെ അനുജ്ഞ വായിക്കേണ്ടത് തന്ത്രിയാണ്. അല്ലെങ്കിൽ ഭരണകർത്താക്കളോട് പറയാം, ഇവർ ഈശ്വര വിശ്വാസം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യൻ്റെ മാനവ രക്തമാണെന്ന് പറയുന്നവർ ഈ ശാസ്താവിൻ്റെ കട്ടളപ്പടിയിലും ശാസ്താവിൻ്റെ ദ്വാരപാലകർക്കും
അവിടെ രക്തങ്ങളൊന്നുമില്ല. അപ്പോൾ തന്ത്രിക്ക് ഉപദേശിക്കാമായിരുന്നു ബഹുമാനപ്പെട്ട CM, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡൻറ്റ്, ഓണറബിൾ ദേവസ്വം കമ്മീഷണർ, അതിന് ഭഗവാന്റെ അനുജ്ഞ വാങ്ങിച്ചിട്ടേ നമുക്കത് ഇളക്കാൻ ഒക്കുള്ളൂ, പണിക്ക് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. ഈ സ്വകാര്യ കമ്പനിക്ക് ഈ പാളികൾ നന്നാക്കേണ്ട എന്ത് റോളാണ്, എന്ത് തട്ടപ്പണിയാണ് ഈ ചെന്നൈയിലുള്ള കമ്പനിക്ക് അറിയാമെന്നുള്ളത്? ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ അമ്മണിമാരെ കയറ്റി ബഹളങ്ങളുണ്ടാക്കി അവിടുത്തെ കോടാനുകോടി വരുന്ന ഉരുപ്പടികളെല്ലാം അടിച്ചു മാറ്റുക ലക്ഷ്യമാണ് ഈ യുവതീ പ്രവേശനം ശബരിമലയിൽ ഇടതുപക്ഷം ചെയ്ത നാടകം. ഈ നാടകം എന്തുകൊണ്ട് ഒരു ന്യൂനപക്ഷ സഹോദരങ്ങളുടെ പള്ളികളിലോ ബാക്കിയുള്ള അരമനകളിലോ ഇവർ ചെയ്യാത്തത്? ഇന്നും അരമനകളിലും ബിഷപ്പന്മാരുടെ അടുത്തും പല കോഴിക്കോടുള്ള ചന്ദനക്കുട നടക്കുന്നിടത്തെല്ലാം സ്വർണങ്ങളുണ്ട്, അവരുടെ ട്രസ്റ്റുകളിൽ ആസ്തികളുണ്ട്. അവിടെയൊന്നും പോകുന്നില്ല. അപ്പോൾ ഹിന്ദുവിന് ഇവിടെ ചോദിക്കുവാനും പറയാനും ആരുമില്ല. നമുക്ക് അഭിമാനമുണ്ട്. ശാസ്താവ് ചോദിക്കുകയും ചെയ്യുന്നു, പറയുകയും ചെയ്യുന്നു. അവിടെ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകളുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകർത്താക്കൾക്കും ശാസ്താവ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.